അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാനാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. തമിഴിലോ എന്തെങ്കിലും ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ആക്ട്സ് ചാപ്റ്റർ 3 വേഴ്സ് 1 ഓൺവേഴ്സ്. ഇല്ല, ഞാൻ മലയാളത്തിൽ വായിക്കാം. നിലമനെ ദൈവാസനെ എല്ലാവരും ഒന്ന് കേൾക്കണം. കാരണം അതിലെ എല്ലാം പ്രസംഗിക്കാൻ എനിക്ക് നേരം ഇല്ല. കുറച്ചെങ്കിലും എല്ലാവരും കേൾക്കട്ടെ. வேளையாகிய 9ஆம் மணி நேரத்திலே பேதுருவும் யோவானும் தேவாலயத்துக்கு போனார்கள். அப்பொழுது தன் தாயின் வயிற்றிலிருந்து சப்பானியாய் பிறந்த ஒரு மனுஷனை சுமந்து கொண்டு வந்தார்கள். தேவாலயத்திலே பிரவேசிக்கிறவர்களிடத்தில் பிச்சை கேட்கும்படி நாடோறும் அவரை அலங்கார வாசல் எண்ணப்பட்ட தேவாலய வாசலண்டையில் வைப்பார்கள். தேவாலயத்திலே பிரவேசிப்பவர்கள் பேதுருவையும் யோவானையும் அவன் கண்டு பிச்சை கேட்டான். பேதுருவும் யோவானும் அவனை உற்று பார்த்து, எங்களை நோக்கிப்பார் என்றார்கள். அவன் அவர்களிடத்தில் ஏதையாகிலும் கிடைக்கும் என்று எண்ணி அவர்களை நோக்கி பார்த்தான். அப்பொழுது பேதுரும், வெள்ளியும் பொன்னும் என்னிடத்தில் இல்லை, என்னிடத்தில் உள்ளவையில் உனக்கு தருகிறேன், நசரனாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே நீ எழுந்து நட என்று சொல்லி வலது கையினால் அவனை பிடித்து தூக்கிவிட்டான். உடனே அவனுடைய கால்களும் கரடுகளும் பலன் கொண்டது. அவன் குதித்து எழுந்து நின்று நடந்தான். குதித்து தேவனை துதித்து கொண்டு அவளோடு கூட தேவாலயத்திற்கு பிரவேசித்தான். அவன் நடக்கையில் தேவனை துதிக்கிறதையும் ஜனங்கள் எல்லாரும் கண்டு, தேவாலயத்தின் அலங்கார வாசலண்டையில் பிச்சை கேட்க உட்கார்ந்திருக்கிறவன் இவன்தான் என்று அறிந்து അവനുക്ക് സംഭവിച്ചதை കുറിച്ച് മിகவும் ആശ്ചര്യപ്പെട്ട് പ്രമിത്താர்கள். മതി, മുഴുവൻ ഞാൻ വായിപ്പിച്ചത് ഇതൊരു ആരാധന മീറ്റിംഗ് ആയതുകൊണ്ടാണ്. വചനം കേൾക്കേണ്ടത് ആവശ്യമാണ്. അതൊന്ന് വായിച്ചെങ്കിലും ഒന്ന് കേൾപ്പിക്കാം, പിന്നെയും പ്രസംഗിക്കാം ബാക്കി അതിൽ നിന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ദൈവദാസന്മാർ ആരാധനയ്ക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ചും അവർ പോകുന്ന വഴിയിൽ സംഭവിച്ച കാര്യവും ആരാധനാലയത്തിൽ നടന്ന കാര്യവുമാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വേദഭാഗം. അതിൻ്റെ എല്ലാ ചരിത്ര ഭാഗങ്ങളിലെയും ഓർപ്പിക്കുവാൻ എനിക്ക് സമയമില്ല. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ വരണം. വന്നില്ലെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആരും കേൾവിക്കാരായി ഇരിക്കരുത് എന്ന് ആദ്യമേ ഞാൻ ഓർപ്പിച്ചതുകൊണ്ട് എൻ്റെ വിഷയത്തിൻ്റെ ഹെഡിങ് നോട്ടം എന്നുള്ളതാണ്. നോട്ടം പല രീതിയിലുണ്ട്. തുറിച്ചു നോട്ടമുണ്ട്, ഗർജിച്ച് നോട്ടമുണ്ട്, താഴോട്ടുള്ള നോട്ടമുണ്ട്, മേപ്പോട്ടുള്ള നോട്ടമുണ്ട്, ചരിഞ്ഞു നോക്കുന്ന നോട്ടമുണ്ട്, ഒളിഞ്ഞു നോക്കുന്ന നോട്ടമുണ്ട്. പിന്നെ സഹോദരിമാരാന്നേ പെന്തക്കോസുകാർക്ക് ഈ തലയിൽ സ്കാർഫ് ഉള്ളത് കൊണ്ട് ഇതിങ്ങനെ ഇട്ടിട്ട് ആരും ഞാൻ നോക്കുന്നത് നോക്കല്ലേ എന്ന് പറഞ്ഞത് നോക്കമുണ്ട്. നോക്കം പല രീതിയിലാണ്. പിന്നെ ഇവിടെ ഇരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനെ നോക്കുന്ന നോട്ടമുണ്ട്, ഭർത്താവ് ഭാര്യയെയും നോക്കും, തിരിച്ചും മറിച്ചും നോക്കുന്ന നോട്ടമുണ്ട്. കുഞ്ഞുങ്ങളും കൂടെ ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ അവരെവിടെ നിന്ന് ഓരോ ശുണ്ടി കാണിക്കുകയാണെങ്കിൽ അവരെ നോക്കുന്ന നോട്ടമുണ്ട്. ഈ നോട്ടത്തിനെല്ലാം അർത്ഥമുണ്ട്, സകല നോട്ടത്തിനും അർത്ഥമുണ്ട്. ഇനി ഞാൻ മല പോലെ കുറെ കൂടെ പറയാൻ വേണമെങ്കിൽ അത് വേണ്ട, അത്രയും മതി. നോട്ടം മനസ്സിലായല്ലോ. കണ്ണുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കണ്ണടയ്ക്കുമ്പോഴാണ് ഉറങ്ങുക എന്ന് പറയുന്നത്. കണ്ണ് തുറന്നിരിക്കുമ്പോൾ നോട്ടം പലയിടത്തും പൊക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ 2 ദൈവദാസന്മാർ ഒരുങ്ങി ആലയത്തിലേക്ക് വരുമ്പോൾ ആലയത്തിൻ്റെ വാതിക്കൽ ഒരു മുടന്തൻ ഇരിക്കുന്നതായിട്ടാണ് നാം വായിച്ചു കേട്ടത്. ആ മുടന്തൻ 2 പേര് ഒരാളെ ഇദ്ദേഹത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് എടുത്തുകൊണ്ടുവന്ന് ഇരുത്തും. അവിടെ തന്നെ എന്നും ഇരിക്കും. ഒറ്റ ജോലിയേ ഉള്ളൂ, ഇരിക്കുമ്പോൾ മുതലവൻ എടുത്തുകൊണ്ട് പോകുന്നിടം വരെ വരുന്നവരെയും പോകുന്നവരെയും അവൻ നോക്കണം.
അവരോട് യാചിക്കണം, എനിക്ക് വല്ലതും തരണേ, എനിക്ക് വല്ലതും തരണേ, എനിക്ക് വല്ലതും തരണേ. ഇതേ ഉള്ളു സംഭവം. ഇതുപോലെ പെന്തക്കോസ്തുകാർ അനേകരും, അവർക്കൊരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിലേ ഇരിക്കൂ. ആ ഇരിപ്പിടത്തിൽ വേറൊരാൾ വന്നിരുന്നാൽ അവിടെ വന്ന് നിന്നുകൊണ്ടൊരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൻ്റെ അർത്ഥം ആ വ്യക്തിയോട് പറയുകയാണ്, ഇതെൻ്റെ ചെയറാണ്, എഴുന്നേക്കെന്ന്. യവനെ ഇതുപോലെ ഈ മുടന്തൻ ഇരിക്കുന്ന പോലെ ആത്മീയ മുടന്തരായി അനേകര് ആലയത്തിൽ വരും. അപ്പൊ ആലയത്തിൽ വരുന്ന ഒട്ടനവധി പേരുണ്ട്, പല വിഷയത്തിൽ ആരാധനയ്ക്ക് വരുന്നത്. ഇന്ന് നിങ്ങളെ ഇവിടെ കണ്ടില്ലെങ്കിൽ കിങ്സ്ലി പാസ്റ്റർ നോട്ട് ചെയ്താൽ എന്നെ വിളിക്കുമല്ലോ. അപ്പൊ കിങ്സ്ലിയെ സന്തോഷിപ്പിക്കാൻ ചിലർ വരും. ചിലർ വരുന്നത് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ. ചിലർ വരുന്നത് ഏതായാലും അവിടെ വരെ പോയേച്ചു വരാം. ചിലർ വരുന്നത് കുറ്റം കണ്ടുപിടിക്കാൻ. ചിലരൊക്കെ വരും ദൈവവചനം ഒന്ന് കേൾക്കാൻ, ഒരു വ്യത്യസ്തമായ മെസ്സേജ് കേൾക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് പോകാം. ഇതിലെല്ലാം ഉപരിയായി ചിലർ വരും. അവർ വരുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി എൻ്റെ വായിലൊരു പുതിയൊരു പാട്ട് തന്ന് ആ പാട്ട് ഞാൻ ദിനംതോറും പാടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നിച്ച് കടന്നു വന്ന് എന്നോടൊപ്പം എന്നെ പോലെ ദൈവവൈതങ്ങളായവർ ഒന്നിച്ച് ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കണം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തണം എന്നുള്ള താല്പര്യത്തിൽ വരുന്നവരുമുണ്ട്. വേറെ പലരുണ്ട്. അവിടെ നിർത്തിക്കോട്ടെ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, ആരാധനയ്ക്ക് കടന്നു വരുന്നത് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം ദൈവത്തിന് നന്ദി പറയാനാണ്, ദൈവത്തെ സ്തുതിപ്പാനാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ്. ഇന്ന് ഈ ആലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സ്തോത്രത്തോടുകൂടി പ്രവേശിച്ച എത്ര പേരുണ്ട് എന്ന് ഞാൻ ചോദിച്ചാൽ ചില കൈ പൊങ്ങുകയില്ല. ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ അന്യോന്യം കുശലപ്രസം ചെയ്തുകൊണ്ടല്ല ആലയത്തിൽ വരേണ്ടത്. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ അന്യോന്യം സുഖമാണോ എന്ന് ചോദിക്കാനല്ല വരുന്നത്. ആലയത്തിൽ വരുന്നത് അർഹതയില്ലാത്ത എന്നെ രക്ഷിച്ച, എന്നെ ജീവനോടെ പരിപാലിച്ച, എന്നെ ഇന്നും ദൈവസ്ഥൽ കൊണ്ടുവന്ന ദൈവത്തിന് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോടെ ദേഹവും ദേഹിയും ആത്മാവും ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തോട് സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുന്നവരോട് എനിക്ക് വിരോധവുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെയല്ല, സ്തോത്രത്തോടുകൂടെ ആലയത്തിൽ വരണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, ആലയത്തിൽ വരുമ്പോൾ സ്തോത്രവും സ്തുതിയും നാവിൽ ഇടവിടാതെ ഉണ്ടായിരിക്കണം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഉത്സവം നടക്കുന്നുണ്ട്, വേറൊരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, 2-3 ഇവിടെ നടക്കുന്നുണ്ട്. ഈ ഉത്സവം നടക്കുമ്പോൾ അവിടെ ആരും വന്ന് ഇങ്ങനെ ഇരിക്കാറില്ല. യഥാർത്ഥ റാലി അവരുടെ നടക്കുമ്പോൾ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ആണ് അവർ ഉത്സവം ആചരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വേദപുസ്തകത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, ഉത്സവം ആചരിക്കുന്ന, ചേർന്ന് പറയണം അറിയാവുന്നവർ, ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷസ്വരത്തോടെ ഞാൻ ദൈവാലയത്തിലേക്ക് ചെന്ന് എൻ്റെ ദൈവത്തെ, എൻ്റെ നാമത്തെ ഉയർത്തും. അതിനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ചെവി പൊട്ടിയതൊന്നുമല്ല, കേൾവിക്കുറവുമില്ല. പക്ഷേ ദൈവത്താൽ വിടുവിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ആ ആത്മീയ സന്തോഷത്തോടെ കടന്നു വരുമ്പോൾ ഉറങ്ങിയും തൂങ്ങിയും തളർന്നുമൊന്നുമല്ല വരുന്നത്. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ ഘോഷസ്വരത്തോടെ കടന്നു വരണം. അങ്ങനെയെങ്കിൽ പാട്ടും പാടിക്കൊണ്ട് വന്ന എത്ര പേരുണ്ട്, സ്തുതി പറഞ്ഞുകൊണ്ട് വന്നവർ എത്രയുണ്ട്, ഘോഷസ്വരത്തോടെ വന്നവർ എത്രയുണ്ട്. അങ്ങനെ വേണം ആരാധനയിൽ വരാൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ച വേദഭാഗത്തിന്റെ അവസാന ഭാഗം ആദ്യമേ ഒന്ന് ഓർപ്പിച്ചിട്ട് ഞാൻ പിന്നെ വരാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഈ മുടന്തൻ തുള്ളിയും ചാടിയും ആലയത്തിൽ പ്രവേശിച്ചു. അപ്പം തുള്ളിയും ചാടിയും കൊണ്ട് ആലയത്തിൽ വരാം. വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾക്ക് തുള്ളാൻ സാവകാശമുണ്ട്. ആ ഒരു സാഹചര്യം പാസ്റ്റർ കിങ്സ്ലിക്ക് വാ.
ഞങ്ങൾ ഇനി ഒന്നിച്ചാ പ്രസംഗിക്കുന്നത് കുറച്ചു നേരത്തേക്ക്. ആ ഒരു അവസ്ഥ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായാൽ ബാക്കി എല്ലാവരുടെയും പ്രസംഗം മാറ്റിവെച്ചേച്ച് ആ പുള്ളിക്കല്ലേ സാക്ഷിക്ക് സമയം കൊടുക്കുന്നത്? വേറെ ആർക്കെങ്കിലും കൊടുക്കൂ, ഞാൻ ഉൾപ്പെടെ. അതൊരു വലിയ സാക്ഷ്യമല്ലയോ? പക്ഷെ നമ്മുടെ പുസ്തകവും ചരിത്രവും പഠിച്ചിട്ട് എവനെ കൊണ്ട് ഒരു മനുഷ്യ സാക്ഷ്യം പറയിപ്പിച്ചില്ല, ഒരു സാക്ഷ്യത്തിന് സമയം കൊടുത്തില്ല. നേരെ മറിച്ച് അവിടെ നാം വായിച്ചത് എല്ലാവരുടെയും കണ്ണ് അവന്റെ മേലായി. എന്ത്? അവൻ തുള്ളിയും ചാടിയും ഒരു വ്യത്യസ്തമായ രീതിയിൽ ആ വിടുതൽ പ്രാപിച്ചവൻ ആരാധന പ്രവേശിച്ചപ്പോൾ, വിടുതൽ പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ ആരാധന വന്നിരിക്കുമ്പോൾ കൈയടിക്കും, ആത്മാവിലാകും, നൃത്തം ചെയ്യും. അവർ തുള്ളിയും ചാടിയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ മറിയാമ്മ കൊച്ചമ്മ മറിയാമ്മയോട് ചോദിക്കും, ഇന്ന് അന്നമ്മ കൊച്ചമ്മയ്ക്ക് എന്തോ പറ്റി? അന്നമ്മ കൊച്ചമ്മ കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഇന്ന് ദൈവത്തെ ധാരാളം സ്തുതിക്കുന്നുണ്ട്. ചാക്കോച്ചൻ ജോണിനേക്കാൾ ധാരാളം ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ കാര്യം? അവന് പറവാനുണ്ട്, അപകടമുണ്ടായി, രോഗമുണ്ടായി, കഷ്ടതയുണ്ടായി, പ്രയാസങ്ങളുണ്ടായി. ദൈവം എന്നെ വിടുവിച്ച് ഇന്ന് പകൽക്കാലം എന്റെ നരിയാണികൾ ഉറച്ചവനായി ഞാൻ ആരാധന വന്നിരിക്കുമ്പോൾ ഇരുന്നിട്ട് പോകാനല്ല, കൈയടിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കാനാണ്. Praise the Lord. അപ്പൊ എല്ലാവരുടെയും കണ്ണവന്റെ മേലായിട്ട് യവനോട് അവരന്യോന്യം പറയാണ്, ഇവനല്ലയോ അവൻ, ഇവനല്ലയോ ആ വാതുക്കലിരുന്നവൻ, ഇതെന്തു പറ്റിയവന് എന്നും ഭിക്ഷ ചോദിക്കുന്നവൻ. ആ അവസ്ഥയ്ക്ക് ഭേദം ദൈവം വരുത്തിയപ്പോൾ, ദൈവദാസന്മാർക്കൂടെ ശുശ്രൂഷയേറ്റപ്പോൾ തുള്ളിയും ചാടിയും ആരാധനയ്ക്ക് വന്നെങ്കിൽ, ഇന്നു മുതൽ ഇതുവരെ ചെയ്തില്ലെങ്കിൽ ആലയത്തിൽ പ്രവേശിക്കുമ്പോൾ അനുഭവം എന്തെങ്കിലും വിടുതൽ പ്രാപിച്ചവർ സന്തോഷത്തോടെ വരണം, ഉല്ലാസത്തോടെ വരണം, തുള്ളിയും ചാടിയും വരണം. ഇവിടെ വന്നിരിക്കുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. ഇത്രയും കേട്ടിട്ട് നിങ്ങളുടെ കൈ വനങ്ങത്തില്ല, കാലു വനങ്ങത്തില്ല. ഏറിയ നാളുകൾക്ക് മുമ്പേ ഞാൻ കുഷ്ഠരോഗ ആശുപത്രി തൃശ്ശൂര് കൺവെൻഷനിൽ പ്രസംഗിച്ചു. എൻ്റെ മുമ്പിലിരുന്ന ഏകദേശം 400 ചില്ലുവാനും പേരും കുഷ്ഠരോഗികളാണ്. ചിലർക്ക് കൈയില്ല, ചിലർക്ക് വിരലില്ല, ചിലർക്ക് കാലില്ല, ചിലർക്ക് അവയവങ്ങളുടെ പലതുമില്ല. ചിലരുടെയൊക്കെ കൈയില്ലാത്തത് കൊണ്ട് ഒരു കൈ കൊടുത്തിട്ടുണ്ട്, 2 പ്ലാസ്റ്റിക്കിൻ്റെ കൈ. അവർ വായി വെച്ചിരിക്കുകയാണ്, വായി കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും അവസരം വന്നാൽ അവർ കൈയടിക്കും, അല്ലെങ്കിൽ അവരുടെ കാലടിക്കും. എന്തെങ്കിലും അവർ ദൈവസന്നിധിയിൽ അനങ്ങിക്കൊണ്ടേയിരിക്കും, ഉറങ്ങിയിരിക്കത്തില്ല. ആ കുഷ്ഠരോഗികളെ ദൈവം വിടുവിച്ചതോർത്ത് ദൈവത്തിന് സ്തുതിപ്പാൻ കഴിയെങ്കിൽ, ഒരു അസുഖമില്ലാത്ത നിങ്ങൾ ഇവിടെ ദൈവസ്ഥലിരുന്ന് എന്തോ കണ്ടേച്ചു പോകാനാ വന്നത്, എന്തോ കേട്ടേച്ചു പോകാനാ വന്നത്. വിടുവിച്ച ദൈവത്തിന്, അവന്റെ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ ദൈവമക്കൾ മറക്കരുത്. ഇനി ഞാൻ സിബി പാസ്റ്ററെ കൂടി ഇങ്ങോട്ട് വിളിക്കാം. ഇതാകുമ്പോൾ എന്നെ മറന്നാലും പ്രസംഗം മറന്നാലും ഇത് നിങ്ങൾ മറക്കത്തില്ലല്ലോ. ഇനി നോക്കണം, ഇദ്ദേഹം പത്രോസ, ഇദ്ദേഹം യോഹന്നാനാ. ഇവർ രണ്ടും കൂടെ ആരാധനയ്ക്ക് പോകുന്നത്. അവിടെ സമയവും കാലമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും എൻ്റെ വിഷയമല്ല, അങ്ങ് പോട്ടെ, കാരണം നമ്മുടെ സമയത്തിന് തന്നണമല്ലോ. ഇവർ രണ്ടും കൂടെ ആരാധനയ്ക്ക് പോകാൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായി. അവർ ആരാധനയ്ക്ക് വരുന്ന വഴിയിലാണ് ഈ മുടന്തൻ ഇരിക്കുന്നത്, ആരാധനയിൽ പ്രവേശിക്കുന്നതിന് മുൻപ്. അപ്പൊ ആ മുടന്തൻ അവിടെ ഇരുന്നോണ്ട് ഇവരോട് രണ്ടുപേരോടും ചോദിച്ചു, എൻ്റെ ലൂക്കുമോനെ, ഇവർ രണ്ടുപേരോടും എന്താ ചോദിച്ചെന്നറിയോ? ഞങ്ങൾക്ക് വല്ലതും തരണേ, ഞങ്ങൾക്ക് വല്ലതും തരണേ, ഞങ്ങൾക്ക് വല്ലതും തരണേ, ഞങ്ങൾക്ക് വല്ലതും തരണേ. ഇത് കണ്ടപ്പോൾ ഈ പത്രോസും യോഹന്നാനും അവിടെ നിന്നു, അവന്റെ അടുത്ത് നിന്നു. എന്നിട്ട് പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് യവനെ ഒന്ന് നോക്കി. ആദ്യമേ മുടന്തനവരെ നോക്കി, പത്രോസും യോഹന്നാനും കൂടെ ചേർന്ന് യവനെ നോക്കി. നോക്കിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്.
പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല. പത്രോസ് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു? യോഹന്നാൻ മാത്രം പറഞ്ഞാൽ പോരായിരുന്നു? ഹലോ ഹലോ, കിട്ടിയോ ദൂത്? ഇവർ രണ്ടും കൂടെ പറയുകയാണ്, പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ലെന്ന്. ആരാധനയ്ക്ക് വരുന്നവൻ ഐക്യത വേണം. മനസ്സിലായോ? ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഐക്യം വേണം. ഐക്യതയുള്ളിടത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും, ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവദാസന്മാരെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ഐക്യതയോടെ കടന്നു വരണം. ഐക്യതയില്ലാത്ത ആരാധനയല്ല. ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടത്തില്ല. ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാക്കിയാണ് വരുന്നതെങ്കിൽ നിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകത്തില്ല. ഐക്യതയുണ്ടാകണം. കുടുംബത്തിൽ ഐക്യത വേണം, സഭയിൽ ഐക്യത വേണം, ശുശ്രൂഷയിൽ ഐക്യത വേണം, ദൈവദാസന്മാർ തമ്മിൽ ഐക്യത വേണം. ഇവർ ചേർന്ന് പറയുന്ന പദപ്രയോഗം എന്നെ പലപ്പോഴും ചിന്തിച്ചു. പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല. അപ്പോൾ തന്നെ കർത്താവ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം പ്രകാരം രണ്ടുപേർ ഐകമത്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ ദിവസമാരെ ഏത് കാര്യം ചോദിച്ചാലും അത് ദൈവം നൽകി തരുമെന്ന് ഇല്ലേ? ഇവരുടെ ഐക്യത കണ്ടപ്പോൾ സ്വർഗം തുറന്നു. ഇവരെന്ത് നീ വാ കൊണ്ട് ഉച്ചരിക്കുമോ അത് ദൈവം നിവർത്തിക്കും. ഇവരെ മാനിക്കുന്നത് സ്വർഗമാണ്. സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന മറ്റൊരു പദപ്രയോഗമുണ്ട്. നോക്കിയിട്ട് യവന്റെ ആവശ്യം എന്താന്ന് അവർക്ക് മനസ്സിലായി. പൊന്നു കൊടുത്താലോ വെള്ളി കൊടുത്താലോ അവൻ അന്നത്തെ കാര്യമേ നടക്കൂ. പിന്നെയും യവൻ പഴയ ജോലി ചെയ്യും. ഇവിടെ വന്നിരുന്ന് ഭിക്ഷ അയക്കും. അങ്ങനെ ഞങ്ങളുടെ മലയാളത്തിൽ പറഞ്ഞത് തെണ്ടും, ഇംഗ്ലീഷിൽ പറഞ്ഞത് ബെഗ് ചെയ്യും ഇല്ലേ? പിന്നെയും വന്നിരുന്ന് പഴയ ജോലി ചെയ്യും. അപ്പോൾ നോക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി യവന് വേണ്ടത് പൊന്നുമല്ല വെള്ളിയല്ല, ഇത് രണ്ടും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. ഞങ്ങളിൽ ഒന്നുണ്ടെന്നേ. അതെന്തെന്ന് വെച്ചാൽ എന്നെ രക്ഷിച്ച, എന്നെ വിടുവിച്ച, എന്നെ വേലക്കാക്കിയ യേശു ഞങ്ങളിലുണ്ട്. യേശു എന്നിലുണ്ട്. അത് പറയാൻ തന്നേടമുള്ള ദൈവമക്കൾ ആരൊക്കെയുണ്ട്? നെഞ്ചത്ത് കൈവച്ച് അടുത്ത വ്യക്തിയോട് പറയാ, യേശു എന്റെ അകത്തുണ്ട്. യേശു അകത്തുള്ളവൻ തന്റെ ഇടത്തോടെ പറയാമെന്ന്. അവന് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ പുറപ്പെട്ടു പോയാൽ കാലാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഞാൻ ആയിരിക്കാമെന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സാധിക്കുമെന്നും വിശ്വസ്തത പാലിച്ച് ഐക്യതയോടെ പ്രവർത്തിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് സ്വർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് സാധിക്കാൻ ഐക്യതപ്പെട്ട് അവർ ദൈവത്തിന്റെ നാമം ഉയർച്ച കഴിയുമ്പോൾ, ഇപ്പൊ ഇത് കഴിയുമ്പോൾ ഇവിടെ എനിക്കറിയത്തില്ല, ഇപ്പൊ കഴിഞ്ഞിടത്തുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ഒത്തിരി മുമ്പോട്ട് വരും. ഈ പ്രാർത്ഥിക്കാൻ വരുമ്പം പാസ്റ്റർ ബേവറിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ, അല്ല പാസ്റ്റർ ചെലനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ, അല്ല കേണൽ ലൂക്കിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിരിക്കും വരുന്നത്. ഞങ്ങൾ കൈവച്ച മാന്യമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷെ ഞങ്ങൾ ഉച്ചരിക്കുന്ന വാചകം എന്താ ലാസ്റ്റിൽ? ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞങ്ങളല്ല, യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകണം, യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കണം. ആ നാമം അകത്തുള്ളവൻ ഒന്ന് കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചു. സകല നാമത്തിലും മേലായ നാമം, ഉന്നത നാമം, ഉയർന്നിരിക്കുന്ന നാമം, ശാശ്വതമായ നാമം, സകലത്തിനും മതിയായ നാമം, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന നാമം, സർവ്വചരാചരങ്ങൾ സ്തുതിക്കുന്ന നാമം, സർവ്വജീവികളും സ്തുതിക്കുന്ന നാമം, നമ്മെ വീണ്ടെടുത്ത ദൈവത്തിന്റെ നാമമാകിയാൽ ആ ദൈവത്തിന് തക്ക മഹത്വം കരേറ്റുവാൻ മറക്കാതെ ഇതുവരെ വാതുറക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് വായ തുറന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഞങ്ങൾ പാസ്റ്റർമാർ വല്ലവരോടൊക്കെ സുവിശേഷം പറയും. അപ്പം അവരെന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പറയും, ഞങ്ങളെ നോക്കണ്ട,
ഞങ്ങളെ നോക്കണ്ട, യേശുവിനെ നോക്കിയാൽ മതി. കള്ളന്മാർ. ആ പറയുന്ന വ്യക്തി കള്ളൻ, കവിളിടയൻ എന്ന് വേണമെങ്കിൽ പറയാം. യേശു അകത്തുണ്ടെങ്കിൽ തന്നെ ഇടപെട്ട് പറയല്ലോ, ഞാൻ ദൈവത്തിൻ്റെ ദാസൻ, യേശു എൻ്റെ അകത്തുണ്ട്. ഇതവരും പറഞ്ഞത്. യേശുവിനെ നോക്കാനല്ല പറഞ്ഞത്, ഞങ്ങളെ നോക്കാൻ ആ തൻ്റെ ഇടം ദൈവദാസന്മാർക്കുണ്ടെങ്കിൽ പോകുന്നിടത്തെല്ലാം വിടുതൽ നടക്കും. ഞങ്ങളെ നോക്ക്. പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് യേശു എന്ന നാമമാണ്. അത് ഞാൻ നിനക്ക് തരുവാൻ പോകുകയാണ്. സ്തോത്രം. ഇവർ രണ്ടുപേരും കൂടെ, ആരെ വിളിക്കുന്നേ? മോനിക്കോ. ഈ പുള്ളിയെന്ന് നല്ല അനുഗ്രഹിക്കപ്പെട്ട തർജ്ജമ ചെയ്യുന്ന ആളാണ്. ഇത് മറക്കാതിരിക്കാനാ. മോൻ ഇവിടെ നിന്ന് ഇരുന്നേ. ഇങ്ങനെ ഇരുന്നാൽ മതി. ഇതിപ്പം 2 കാലം മുടന്തനാ. പുള്ളി ഇവിടെ ഇരിക്കുക. ഇവർ രണ്ടുപേരും ഇദ്ദേഹത്തെ നോക്ക്, ഇങ്ങോട്ട്. പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, യേശു എന്ന നാമം ഞങ്ങൾക്കുണ്ട്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ കൈ നീട്ടി, ഈ കൈ കൂടെ ഇവർ രണ്ടുപേരും കൂടെ കൈ നീട്ടി ഇയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാണ്. പിടിച്ച് മേപ്പോട്ട് എഴുന്നേൽപ്പിച്ചപ്പോൾ ഈ പുള്ളി എഴുന്നേറ്റതുപോലെ കയ്യും കാലും ഒന്നും അനങ്ങാതെ ഒന്നുമല്ല എഴുന്നേറ്റത്. അതിനെ ഞാനത് മുഴുവൻ പോയി വായിപ്പിച്ചത്. അദ്ദേഹം എഴുന്നേറ്റത് കുതിച്ച് ചാടി എഴുന്നേറ്റെന്ന്. മനസ്സിലായില്ലേ? എന്നെ ദൈവം സൗഖ്യമാക്കിയോ? എൻ്റെ കൈയുടെ വേദനയായിരുന്നു, മാറിയോ എന്ന് നോക്കിയാ ചില കൈ അടിക്കേണ്ടത്. ശക്തമായിട്ട് അങ്ങോട്ട് അടി, കൈയുടെ വേദന മാറും, നടുവിൻ്റെ വേദന മാറും, കാലിൻ്റെ വേദന മാറും. ദൈവം നിന്നെ വിടുവിച്ചാൽ, യേശുവിൻ്റെ നാമം കയറി വന്നു കഴിഞ്ഞാൽ നീ കൊതിച്ച് ചാടി എഴുന്നേൽക്കും. വിടുതൽ വ്യാപരിക്കട്ടെ. എഴുന്നേറ്റ് കുതിച്ച് ചാടുവാൻ തക്ക ബലം ദൈവം വരട്ടെ. നേപ്പാളിലാണ് ദൈവവചനം സംസാരിക്കുന്നതെങ്കിൽ ആ ദൈവവചനം ആരെങ്കിലും ടച്ച് ചെയ്താൽ, നിങ്ങൾ ഞങ്ങളുടെ വരെ ഇവിടെ കൺവെൻഷനൊക്കെ പോവാ, അവിടെ വന്നാൽ അവർ ചാടി എഴുന്നേക്കും. പ്രസംഗമൊന്നും അവർക്ക് വിഷയമല്ല. അവരെഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിങ്ങൾ എൻ്റെ കൂടെ ആഫ്രിക്കൻ കൺട്രിയിൽ വന്നാൽ, ആഫ്രിക്കൻ കൺട്രി ഒത്തിരി ഇടത്ത് ഞാൻ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് കെനിയ, എൻഡബേ എന്ന് പറഞ്ഞ ഉഗാണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന 4700 പേരെ കൺവെൻഷൻ ഉണ്ടായിരുന്നത് പിന്നീട് ഞാൻ കേട്ടു. അവർ ഒത്തിരി എണ്ണം പ്രസംഗത്തിൻ്റെ പകുതി പോലും പോയില്ല, ചാടി എഴുന്നേറ്റ് സ്റ്റേജിലോട്ടൊന്ന് പ്രീച്ച് പാസ്റ്റർ പ്രീച്ച്, പ്രസംഗിക്കെന്ന് പറഞ്ഞ് തുള്ളലങ്ങ് തുടങ്ങി. അപ്പോൾ ഇതൊന്നും ആത്മാവിൽ പ്രസംഗിക്കുന്ന ദൂതുമായി വന്ന ദൂതുവാഹകന് വിഷയമല്ല. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയ എഴുന്നേറ്റ് വേണം. പാസ്റ്റർ ഒരു പ്രസംഗിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, അലങ്കോലം ഉണ്ടാക്കരുതെന്നേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം തുള്ളിയും ചാടിയുമല്ല, കുതിച്ച് ചാടി എഴുന്നേറ്റു. കുതിച്ച് ചാടി. ഇനി ഇച്ചിരി നേരത്തെ തുള്ളാൻ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞ് ഈ ദൈവദാസൻ ഇവർ രണ്ടുപേരും ശുശ്രൂഷയിൽ അങ്ങ് സന്തോഷിച്ചു. ഒരു മുടന്തൻ പിറവിയിലെ മുടന്തൻ കുതിച്ച് ചാടി എഴുന്നേറ്റെന്ന് കണ്ടപ്പോൾ പത്രോസിനും യോഗൻ്റെ അച്ഛനും ഹൃദയത്തിൽ വന്ന സന്തോഷം ചില്ലറയല്ല. മനസ്സിലായില്ലേ? അവർ പെതിയ ആലയത്തിലേക്ക് കയറിയത്, അവർ പെതിയെ. പക്ഷെ ഈ മുടന്തൻ എവരേക്കാ മുമ്പേ ആലയത്തിൽ കയറി.
ഈ മുടന്തൻ ഇവരെക്കാൾ മുമ്പേ ആലയത്തിൽ കയറി. എങ്ങനെയാ അവൻ കയറിയത്? ഇങ്ങനെ നടന്ന് വന്നെന്നാണോ? 4 പേർക്ക് കൈ കൊടുത്തേച്ച് വന്നെന്നാണോ? വേണ്ടാ നോക്കടാ, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു വെച്ചാന്നോ? എങ്ങനെ കയറിയെന്നറിയാം? ഇവിടുന്ന് അവിടെ ഇരുന്ന് തുള്ളിയും ചാടിയെന്ന് പോകാം. വേണ്ടേ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഇത് ആരാധനയിലെ സന്തോഷം, മനസ്സിലായോ? ആരാധനയിലെ സന്തോഷം ഇതാ. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ മറ്റാൾ നോക്കിയിരിക്കുകയല്ല, ഒരാൾ പ്രസംഗിക്കുമ്പോൾ മറ്റാൾ പ്രസംഗം നോക്കിയല്ല, ഒരാളുടെ വിടുതലിന്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ചവന്റെ വിശുദ്ധ നാമത്തെ ഉയർത്തുന്നതാണ് ആരാധന. അപ്പൊ ഒരുവൻ ദൈവത്തെ ആരാധിക്കുന്ന കാണുമ്പോൾ, സ്തുതിക്കുന്ന കാണുമ്പോൾ, കൈയടിക്കുന്ന കാണുമ്പോൾ, ഇന്ന് വരെ ഇല്ലാത്ത ഒരു സ്തോത്രം പറയുന്നത് കേൾക്കുമ്പോൾ നാമും ചെയ്യണം. ദാവീദ് പറഞ്ഞു, എനിക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ധാരാളം വകയുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അറിയാത്ത ദൈവമക്കൾ വീട്ടിൽ ചെന്ന് 34 സംഘത്തൊന്ന് വായിക്കണം. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അവൻ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ, അവൻ ദൈവത്തെ മഹത്വപ്പെടുന്നത് കണ്ടപ്പോൾ അടുത്തിരിക്കുന്നവർ വാവൂട്ടി കാലും വെച്ചൊക്കെ ഇരിക്കുന്നത് ദാവീദ് കണ്ടപ്പോൾ ദാവീദ് പറയുന്ന വാക്യം 3-ാം വാക്യത്തിൽ, എന്നോട് ചേർന്ന് യഹോവയെ മഹത്വപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ വിശുദ്ധനാമത്തെ ഉയർത്താം. ഇതാ പെന്തക്കോസ്ത് ആരാധനയിൽ നടക്കേണ്ടത്. അങ്ങനെ ആരാധിക്കും. ഇവിടെ ഇവരൊക്കെ നല്ല പിയാനോ വായിക്കുന്നവർ വെച്ച് കഴിയുമ്പോൾ ഞാൻ ഒരു പാട്ട് അവരോട് പറയും പാടാൻ. അവർ തമിഴിലും ഇംഗ്ലീഷിലും പാടും, അവർക്കറിയാവുന്ന പാട്ടേ പറയത്തുള്ളൂ കേട്ടോ. അപ്പം ഇവരൊക്കെ ഇങ്ങനെ മൃദംഗം അടിച്ച് ട്രംപടിച്ച് ഇതിനകത്ത് സകല എക്യുപ്മെൻറ്റും ഉള്ളതാണ്. ഡ്രം സെറ്റ് ഇവിടെ വേണ്ട, ഇല്ലെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് നല്ല ശരിക്ക് നല്ല മ്യൂസിക് നമ്മളിപ്പോൾ കേട്ടല്ലോ, പാടാൻ കഴിവുണ്ട്. ഈ കേൾക്കുമ്പോൾ തുള്ളുന്ന തുള്ളലല്ല ഞാൻ പറഞ്ഞേ. ഇത് വേണ്ടാന്നല്ല പറഞ്ഞത്, ഇത് ഉപയോഗിക്കരുതെന്നല്ല പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇതിൻ്റെ സൗണ്ടിലുണ്ടാകുന്ന കൂട്ടത്തിൽ പാടുന്ന പാട്ടല്ല. ഞങ്ങളുടെ കേരളത്തിൽ വെള്ളത്തിൽ പൂട്ടുന്ന പൂട്ടുമല്ല, നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന്, അകത്ത് നിന്ന് നിന്റെ ദേഹവും നിന്റെ ദേഹിയും നിന്റെ ആത്മാവും ഒരുപോലെ ഒന്ന് സംഗമിച്ച് മനസ്സോടെ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ ശരീരത്തിൽ മുമ്പേ നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ തേജസ്സിറങ്ങും. ദൈവത്തിൻ്റെ തേജസ്സിറങ്ങും. ആദ്യമേ നമ്മുടെ ശരീരത്തിൽ ദൈവതേജസ് ഇറങ്ങണം, പിന്നെ നമ്മുടെ കുടുംബത്തിൽ ദൈവതേജസ് ഇറങ്ങണം, പിന്നെ നമ്മുടെ സഭയിൽ ദൈവതേജസ്. അങ്ങനെ ദൈവതേജസ് ഇറക്കിക്കൊണ്ട് വരുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി. തെളിവ് വേദപുസ്തകത്തിലുണ്ട്. എന്നും സാധാ നല്ലല്ലോ ഇവിടെ പറയുന്നത്, പതിവ് പോലെയുള്ള ആരാധന നടന്നു പോവുക. കുറേ ദൈവമൊക്കെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല, അവർക്ക് പറ്റുന്നേയില്ലത്. ഈ പോക്ക് ശരിയല്ല. പെന്തക്കോസ്തുകാർ ആരാധന ഇങ്ങനല്ലായിരുന്നു, അവർക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അന്ന് 70 ചില്ലുവാനം പാസ്റ്റർമാർ ആ ചർച്ചിലുണ്ടായിരുന്നു. 70 ചില്ലുവാനം. 2 വൃത്താന്ത പുസ്തകം 13-ാം അധ്യായത്തിലെ കഥയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞ് 70 പേരും സമയം കിട്ടിയാൽ പ്രസംഗിക്കാൻ തയ്യാറായി വന്നിരിക്കുക. അപ്പം ഈ പ്രസംഗം കേട്ടിട്ടും ജീവിതത്തിൽ വ്യത്യാസം വരാത്ത നല്ലൊരു പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടവൻ എന്നും പ്രസംഗിക്കണം. അപ്പോൾ കൂടെ പ്രസംഗിക്കുന്നത് ഓർപ്പിച്ചുണർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവർ കുറേ പേര് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലൊരാഗ്രഹം, നമുക്കൊന്ന് പാടണം, നമുക്കൊന്ന് വാക്യം വായിപ്പിക്കണം, നമുക്കൊന്ന് പാടണം. അപ്പോൾ ഈ പുരോഹിതന്മാരെല്ലാം പറഞ്ഞു, കുറേ നാളുകൊണ്ട് ഞാനും ആഗ്രഹിക്കുകയാണ്, ദൈവതേജസ് ആലയത്തിൽ ഇറങ്ങിയിട്ട് കാലങ്ങളായി. ആരാധന നടക്കുന്നുണ്ട്, സകലവും നടക്കുന്നുണ്ട്, ദൈവതേജസ് ഇറങ്ങാറില്ല. ആത്മാവ് വരുത്തുകയാണ്, ആത്മാവ് ഇറങ്ങാറില്ല.
അങ്ങനത്തെ അന്തരീക്ഷത്തിൽ പോകുമ്പോൾ ഇവർ തീരുമാനിച്ചു കൂടുതലൊന്നും ഞങ്ങൾ പാടാൻ പോകുന്നില്ല. A- ആയാലും കൊള്ളാം, B- ആയാലും കൊള്ളാം, C ആയാലും കൊള്ളാം, D ആയാലും കൊള്ളാം, കാളരാഗമായാലും കൊള്ളാം, എരുമരാഗമായാലും കൊള്ളാം, ഏത് രാഗമായാലും കൊള്ളാം. ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു, ഒറ്റ പദത്തിൽ പാടാൻ പോവുകയാണ്. എന്താ പാടുന്നത്? അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ ജനം മുഴുവൻ അത്യുച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിപ്പാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിന്റെ കവാടമങ്ങ് തുറന്ന് ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. ദൈവ തേജസ് ആലയത്തിൽ നിറഞ്ഞിരുന്നു കൊണ്ട് പുരോഹിതന്മാർ ആ പ്രസംഗം പോക്കറ്റ് വെച്ചോണ്ട് വീട്ടിൽ പോയെന്ന്. നമ്മുടെ ആരാധനയിൽ ദൈവതേജസ് ഇറങ്ങണം. അതിന് ആദ്യമേ ഈ ശരീരത്തിൽ തേജസ് ഇറങ്ങണം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അവനവൻ ആത്മാവിലാകണം. അല്ലാതെ പാസ്റ്റർമാരോട് വന്നുകൊണ്ട് സ്തുതിപ്പിക്കാൻ മാത്രം നിന്നിട്ട് കാര്യമില്ല. സഭായകണ്ട പറയുന്നത് കേട്ടോ. നാം ആരാധിക്കുമ്പോഴേ മറ്റുള്ളവർ ആരാധിക്കൂ. അപ്പച്ചൻ ഇരുന്നോട്ട് കുഞ്ഞിനെ ആരാധിപ്പിക്കാൻ നോക്കരുത്. അമ്മച്ചി ഇരുന്നോട്ട് അടുത്തിരിക്കുന്നവരെ ആരാധിപ്പിക്കാൻ നോക്കരുത്. നീ ആരാധിക്കുമ്പോൾ അത് കണ്ടവർ ആരാധിക്കണം, ചേർന്ന് ആരാധിക്കണം, കണ്ട് ദൈവത്തെ സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. ഇതാണ് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. അവർ വിയർത്ത് അലിച്ചു വന്നാലും, പെർഫ്യൂമൊന്നും അടിച്ചിട്ടില്ലെങ്കിലും, നല്ല ഡ്രസ്സ് ഇതുപോലൊന്നും ഇല്ലെങ്കിലും അവർ വരുമ്പോൾ ഒരു സ്തുതിയോടെ വരും, സ്തോത്രത്തോടെ വരും. ആരാധനയെങ്കിൽ ദൈവ തേജസ് ഇറങ്ങി വരും. അവർ മടങ്ങിപ്പോകുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, മാറാനാഥ, അടുത്ത ദിവസം നമ്മൾ കൂടുന്നേരം വരെ ദൈവകൃപ നിന്റെ കൂടി ഇരിക്കുമാറാകട്ടെ. അപ്പം ഒന്നിച്ച് അത്യുച്ചത്തിൽ ഐകമത്യത്തോടെ പാടണം. എവര് പാടുമ്പം എത്ര പേർ കൂടെ പാടിയെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവർ പാടി മനോഹരമായിട്ട്, നല്ല കൊയർ ഗ്രൂപ്പ്, ബ്യൂട്ടിഫുൾ. അവർക്ക് ഹാറ്റ്സ് ഓഫ് ആൻഡ് സല്യൂട്ട്, ദേ ഡിഡ് എ ഗുഡ് ജോബ്. നല്ല ജോലി. പിയാനോയൊക്കെ നന്നായിട്ട് വായിച്ചു. അത് കേട്ടുകൊണ്ടിരിക്കാതെ അവരോട് ചേർന്ന് പാടി അനുഗ്രഹം പ്രാപിച്ച ആത്മാവിൽ നിറഞ്ഞവർ ദൈവത്തെ സ്തുതിച്ചേ. ചുരുക്കമേ ഉള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കണം. ആരാധനയിൽ ഞാൻ ശുശ്രൂഷിക്കുന്നിടത്തെല്ലാം പറയും, പുതിയ പാട്ടും കൊണ്ട് വരരുത്. ആരാധനയിൽ എല്ലാവർക്കും അറിയാവുന്ന പാട്ട് വേണം പാടാൻ. എങ്കിലും എല്ലാവർക്കും ചേർന്ന് പാടാനൊക്കൂ. ഇല്ല, ഈ പാട്ട് അറിയത്തില്ലെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഏത് പാട്ടിനും ഒരു ട്യൂണുണ്ട്. ആ ട്യൂണിൽ നീ അങ്ങ് സ്തോത്രം ചെയ്താൽ മതി. ആ രാഗത്തിൽ ദൈവത്തെ അങ്ങ് സ്തുതിച്ചാൽ മതി. ഞാൻ ചില രാജ്യത്ത് പോകുമ്പോൾ ഭാഷ അറിയത്തില്ല, പക്ഷെ അവരുടെ പാട്ടിൽ ഞാനും ആനന്ദിക്കും. എങ്ങനെ അറിയും? അവരെന്നോട് ചോദിക്കും, മനസ്സിലായോ? മനസ്സിലായി. ആത്മാവിൻ്റെ കണക്ഷൻ അങ്ങ് വന്ന് സ്തോത്രത്തിലങ്ങ് ജാഗരിച്ചാൽ മതി. അവരുടെ കൂടെ നമ്മളും ആകും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞ് താങ്ക് യു സോ മച്ച്. അപ്പം ഇദ്ദേഹം പത്രോച്ചനും, ഇദ്ദേഹം യോനാച്ചനും, ഇദ്ദേഹം എന്നാ നിങ്ങൾ ഓർത്ത് നമ്മൾ പറഞ്ഞതും. ഇനി അവരുടെ പേരിൻ്റെ ഒരു മാറ്റമുണ്ട്. ഇവരുടെ പേരിന് മാറ്റമുണ്ട്. സകലരും വന്ന് ചോദിക്കുമ്പോൾ ഇവന് പറയാനൊരു സാക്ഷ്യമുണ്ട്. ഇതിന്നു മുതൽ ദൈവത്തിന് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു വ്യക്തിത്വമായി, ഒരു ഡിസൈപ്പിളായി മാറുകയാണ്. ഇവർ രണ്ടും ദൈവത്തിന് മഹത്വം കൊടുത്ത്, കർത്താവേ, നീ സകല മാനവും സകല മഹത്വവും എടുക്കണമേ, വീണ്ടും ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. മതി നിങ്ങൾ പറഞ്ഞില്ല. ഇനിയും ആരാധനയിൽ വന്നിട്ടല്ല ഈ അത്ഭുതം നടന്നത്. ഇവർ രണ്ടും ആരാധനയിൽ പ്രവേശിക്കുന്നതുകൊണ്ടാണ്. അപ്പം മണിയും നേരമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇവർ രണ്ടും കൂടെ വരുന്നത് തന്നെ കൈ ചേർത്ത് പിടിച്ചിപ്പം നമ്മളെ കാണിച്ചല്ലോ. ആ കൈ ചേർത്ത് പിടിച്ചല്ല വന്നത്, ഇവരുടെ മനസ്സൊന്നായാ വന്നേ, ഇവരുടെ ചിന്ത ഒന്നായാ വന്നേ, ഇവരുടെ ആഗ്രഹം ഒന്നായാ വന്നത്, ഇവരുടെ താല്പര്യം ഒന്നായാ വന്നത്. ഇപ്പം നമ്മളെ കാണിച്ചതാണ് കൈ ഒക്കെ പിടിച്ച്. ഇവരെ ആത്മാർത്ഥം വന്നത് നമ്മൾ വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കട്ടെ, സോറിയുണ്ട്. ഇവർ ഒന്നായി നിന്നുകൊണ്ട് ആണ് ആരാധനയ്ക്ക് വരുന്നത്. അപ്പം ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായി ആലയത്തിൽ വരുമ്പം എങ്ങനെ വരണമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞേ.
മനസ്സൊന്നാകണം, ഹൃദയം ഒന്നാകണം, താല്പര്യം ഒന്നാകണം, ഉദ്ദേശം ഒന്നാകണം. ഇതായിരിക്കണം കുഞ്ഞുങ്ങളും കേൾക്കാൻ. ഫോണിലിരുന്നുകൊണ്ട് വണ്ടിയിലിരുന്നുകൊണ്ട് 4 സഹോദരന്മാരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആ കുഞ്ഞ് കേൾക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് എത്ര സ്വത്രം പറയും? ഇവിടെ ഇരുന്നുകൊണ്ട് എല്ലാ വഴക്കും ഉണ്ടാക്കി വെച്ച ഭർത്താവിന് സ്വസ്ഥ കൊടുക്കാത്തൊരു ഭാര്യ ഇവിടെ നിന്ന് ആത്മാവിലാകുന്നെങ്കിൽ അങ്ങോട്ടിറങ്ങുമ്പം അദ്ദേഹം ചോദിക്കുന്നത് നീ അന്ന് ഇവിടുത്തെ ഉള്ളിയതെന്ന്. അത് വരാതിരിക്കാൻ ഒരുമയോടെ വരണം, ഒത്തൊരുമയോടെ വരണം. അതാണല്ലോ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കേട്ടോണേ, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ നീ സ്തോത്രം അവിടെ വെച്ചിട്ട്, പാട്ട് അവിടെ വെച്ചിട്ട്, യാഗം അവിടെ വെച്ചിട്ട് മുൻപേ ചെന്ന് ആ സഹോദരനോട് നിരന്നിട്ട് വേണം ആലയത്തിൽ വരാൻ, യാഗം അർപ്പിക്കാൻ. മനസ്സിലായില്ലേ? സകല വിദ്വേഷം അകത്ത് വെച്ചുകൊണ്ട് സ്തോത്രമെന്ന യാഗം അർപ്പിച്ചാൽ ദൈവപ്രസാദമില്ല, ദൈവ തേജസ് ഇറങ്ങത്തിൽ. അതാ മേജർ ലൂക്ക് ശക്തമായി വ്യക്തമായി അടുക്കിനും ചിട്ടയ്ക്കും ഒത്തിരി ഉദാഹരണം ദൈവദാസന്മാരെയൊക്കെ ഓർപ്പിച്ചു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. നാം ആരാധനയ്ക്ക് വരുന്നത് തരണേ തരണേ തരണേ, എനിക്ക് തരണേ, എനിക്ക് വേണേ, എനിക്ക് വേണേ, എൻ്റെ കുഞ്ഞിന് ഇത് വേണേ, എൻ്റെ ഭർത്താവിന് ഇത് വേണേ, എനിക്കത് വേണേ, ഇത് വേണേ, ഇത് ചോദിക്കാൻ മാത്രമല്ല വരുന്നത്, കൊടുക്കാനും കൂടെ വരണം. കൊടുക്കാൻ വരണം. എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ ആനയെ അവർക്ക് വേണ്ട, നമ്മുടെ കാളയെ അവർക്ക് വേണ്ട, നമ്മുടെ റോൾസ് റോയ്സ് അവർക്ക് വേണ്ട, നമ്മുടെ പണം വേണ്ട, ഇതൊന്നും തമ്പുരാന് വേണ്ട. വേദം 50-ാം സംഘത്തിൽ പറഞ്ഞ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. അത് ദൈവത്തിന് കൊമ്പും കുളമ്പുമുള്ള മൂരിയേക്കാൾ പ്രസാദകരമാകുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദമായ ഒന്നാണ് സ്തോത്രയാഗം. ആ യാഗം അർപ്പിക്കാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മറന്നുപോകാത്ത ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി സ്വർഗം തുറന്ന് ദൈവം തേജസ് ഇറക്കിത്തരും എന്ന് വിശ്വസിക്കുന്നവർ വായെ തുറന്ന് ഒരു സ്തോത്രയാഗം ദൈവത്തിന് അർപ്പിച്ചു. ഇവരെ ഇത്രയും നേരം എൻ്റെ കൂടെ നിർത്തിയത് മനഃപൂർവ്വം നിർത്തിയതാണ്. നിങ്ങളുടെ ശ്രദ്ധയല്ല ഇവിടെ വരും, എല്ലാവരും കേൾക്കും. ഇനി എന്നെ മറന്നാലും ഇത് മറക്കത്തില്ലല്ലോ. ഈ കാഴ്ച കേൾവിയെക്കാട്ട് നല്ലതാണ്. കാഴ്ചയാണ് നമ്മുടെ വിഷയം. അപ്പം അങ്ങനെയെങ്കിൽ ദൈവജനം ആലയത്തിൽ കടന്നു വരുമ്പോൾ സ്തുതിയോടെ വരണം, സ്തോത്രത്തോടെ വരണം, നൃത്തത്തോടെ വരണം, വലിയ സന്തോഷത്തോടെ വരണം. യെരുശലേമിലേക്ക്, ദേവാലയത്തിലേക്ക് നമുക്ക് പോകാമെന്ന്. മോൻ്റെ പേരെന്താ മക്കളെ? ജോസ്. മോൻ്റെ പേരാ? അജു. രാജു. എൻ്റെ പേരാ. എനിക്ക് വേറെ പേര് രാജു. അജു രാവിലെ വിളിച്ചു, മോനെ വിളിച്ചു, മോനെ നമുക്ക് ആലയത്തിലേക്ക് പോകാമെന്ന്. മേഴ്സി ആൻറ്റി അവിടെ ഇരുന്നുകൊണ്ട് അടുത്ത ആളെ വിളിച്ചു, ഇന്ന് ആരാധന ദിവസമാണ്, നമുക്ക് വീട്ടിൽ ഇരിക്കേണ്ടവരല്ല, നമുക്ക് ആരാധനയ്ക്ക് പോകാമെന്ന്. ഇത് കേട്ടപ്പോൾ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിലേക്ക്, ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഹലോ ഹലോ, ഇന്ന് പോണവല്ലോ എന്നോർത്തല്ല വന്നത്, സന്തോഷത്തോടെ ആരാധനയ്ക്ക് വന്നത്, സന്തോഷത്തോടെ ആരാധനയ്ക്ക് വന്നത്. അങ്ങനെയെങ്കിൽ കാലിയേത്തോ കാഹേ ദിൽവാലിത്തോഹേ ഇതെന്ന് കറുത്തിരുന്നിരുന്നാലും ദൈവദേശം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ശോഭിക്കുന്നത് കാണാം. ഹലോ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ലേ? അപ്പോൾ അവിടെ വന്നിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ ആ ദൈവതേജസ് നമ്മുടെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ, ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ കണ്ടറിയാം. മോൻ്റെ പേരെന്തുവാ? ഫ്രെഡി. ഫ്രെഡി മോൻ ഇപ്പം കണ്ട നല്ല സുന്ദരനായി, നല്ല 1-ാം തരം ഷർട്ടൊക്കെ ഇട്ടുണ്ടായിരിക്കുന്നത്. ഇവിടുന്ന് ആരാധന കഴിഞ്ഞങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു തേജസ് അവൻ്റെ മുഖത്ത് കാണും. ആരും കണ്ടിട്ടില്ലാത്തൊരു പ്രകാശം അവൻ്റെ മുഖത്ത് കാണും. ആർക്കും അവനെ നോക്കുവാൻ കഴിയാതെ വണ്ണം ദൈവ തേജസ്സിനാൽ അവൻ നിറയപ്പെടും. തെളിവ്, മോശ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്നിട്ട് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം, എനിക്കിവിടെ നൃത്തം ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ, സ്തോത്രം.
മോശ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനത്തിന് അവൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു വന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നെങ്കിൽ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ദേഷ്യപ്പെട്ട മുഖമല്ല വേണ്ടത്, പിണക്കമുള്ള മുഖമല്ല വേണ്ടത്, കോടിയും വാടിയും ഇരിക്കുന്ന മുഖമല്ല വേണ്ടത്. ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടവരായി, ദൈവ തേജസ്സിനാൽ ആവൃതരായി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വസ്ത്രം കണ്ടല്ല നമ്മെ കണ്ട് മനസ്സിലാക്കണം, ഇവർ സാക്ഷാൽ ദൈവത്തെ ആരാധിച്ചിട്ട് വരുന്നവർ, ഇവർ ദൈവസന്നിധിയിൽ വരുന്നവർ എന്ന് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ സാക്ഷ്യം പറയത്തക്കവണ്ണം നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറ്റപ്പെടുന്നതാണ് ആരാധനയിൽ കിട്ടേണ്ടത്. ഞാൻ അല്പനിമിഷം കൊണ്ട് നിർത്തിയേക്കാം, എൻ്റെ സമയം ഞാൻ കണ്ടു അങ്ങോടി. അപ്പം ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നമുക്കാകമാനം ഒരു വ്യത്യാസം വരണം. അടുത്ത ആരാധനയ്ക്ക് അടുത്ത ദൈവമക്കളുമായി ഒന്നിച്ചു കൂടാൻ ഒരു വെപ്രാളവകത്ത് വരണം. ഞാൻ CK അപ്പച്ചൻ എന്നോടൊരിക്കൽ ഒരു കാര്യം പറഞ്ഞു. K. എബ്രഹാം സാറിനെ കാണുവാൻ ഒരിക്കൽ അങ്ങ് കൊട്ടാരക്കര അടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് നടന്നു വന്ന് അവരൊന്നിച്ച് കണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ നടന്ന ക്ഷീണം മാറി, അറിഞ്ഞില്ല. മടങ്ങിപ്പോകുമ്പോൾ പ്രത്യേക കൃപയോടാണ് പോയത്. നമ്മൾ അന്യോന്യം വന്ന് ഗ്രീറ്റ് ചെയ്യുമ്പോൾ, അന്യോന്യം ഷേക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, ദൈവദേശനാൽ പോകുമ്പോൾ, അടുത്ത പ്രാവശ്യം നിങ്ങളെ മുമ്പേ കിങ്സ്ലി പാസ്റ്റർ ഓർപ്പിച്ചു, ആരും ആരോടും പറഞ്ഞാൽ വിളിച്ചുകൊണ്ട് വന്നില്ലെന്ന്. നിങ്ങളെ കാണുന്നവർ ചോദിക്കണം, അവരോട് പറയണം, അല്ല അവർ നമ്മളോട് ചോദിക്കണം, നിങ്ങളെ കണ്ടിട്ടൊരു വ്യത്യാസമുണ്ടല്ലോ, ഞങ്ങൾ ആരാധന കഴിഞ്ഞ് വരുന്നു, ഞങ്ങൾക്ക് വിടുതൽ കിട്ടി വരുന്നു, ഞങ്ങൾക്ക് സൗഖ്യമായി വരുന്നു. നിങ്ങളും ആരാധനയ്ക്ക് അവരെ വിളിച്ചുകൊണ്ട് വരേണ്ട കടമയും നമ്മുടെയാണ്. ഇനി നമ്മൾ പാടാൻ പോവുകയാണ്. പാടുവാൻ പോകുന്ന പാട്ട് ഇത്രയേ ഉള്ളൂ. അവൻ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളത് എന്ന് നമ്മൾ പാടിയാൽ ശരിയാകത്തില്ല. അവർ ഋതു വിട്ടാലും മനസ്സിലായില്ല. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, കർത്താവിനെ മഹത്വപ്പെടുന്ന there is power in the blood of the lamb. അത് തന്നെ നിങ്ങളിലുണ്ട്, ആട്ടിക്കൂട്ടി രക്തത്താൽ. എങ്ങനെ കണ്ടില്ലേ? എന്നാ വല്ലമയുണ്ട് ഒരു പാട്ടുണ്ട്. നമുക്ക് ചേർന്ന് ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. പുസ്തകം എല്ലാവരും താഴെ വെച്ച് ശരിക്ക് കൈയടിച്ച്, രോഗസൗഖ്യം ഏതെങ്കിലും വിഷയങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് വേണമെങ്കിൽ അതിന് ഇപ്പോൾ തന്നെ എനിക്ക് വിടുതൽ കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പാട്ടിൻ്റെ വരികൾ നമ്മൾ ചേർന്ന് പാടി ദൈവത്തെ ആരാധിച്ച് വിടുതൽ പ്രാപിപ്പാൻ പോകുകയാണ്. ആ സമയത്ത് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അടുത്തടുത്ത് നിൽക്കുന്ന വ്യക്തി ഒന്ന് തൊടണം. ഹലോ, അടുത്തടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ഒന്ന് തൊടണം. എല്ലാവരും, സകലരും ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, എൻ്റെ സഹോദരി ഏത് ആവശ്യമായിട്ട് ഇന്ന് പകൽക്കാലം വന്നതെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആ ആവശ്യം സാധിക്കപ്പെട്ടവളായി പോകുവാനിടയാകണമേ. കർത്താവേ, എൻ്റെ സഹോദരൻ ഏത് രോഗമായിട്ടാണ് വന്നിരിക്കുന്നത്, അവൻ ഇവിടുന്ന് പോകുമ്പോൾ ആ രോഗസൗഖ്യത്തോടെ പോകുവാൻ കർത്താവ് സഹായിക്കണമേ. അല്ലെങ്കിൽ എൻ്റെ പ്രിയ സഹോദരിയെ, എൻ്റെ പ്രിയ സഹോദരനെ പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ, ദൈവദേശനാൽ നിറയ്ക്കണമേ. ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം, എൻ്റെ കൂട്ടു സഹോദരനെ അടുത്ത ദിവസങ്ങളിൽ ശക്തമായി എൻ്റെ അപ്പച്ചന് ഉപയോഗിക്കുമാറാകണമേ. ഇങ്ങനെ അന്യോന്യം പ്രാർത്ഥിച്ചിട്ട് കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് ഈ പാട്ട് പാടാം. There is power, wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of the Lamb. Oh, there is power, wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of the Lamb. வல்லமை உண்டு அற்புத வல்லமை இயேசுவே இரத்தத்தால். வல்லமை உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரத்தத்தினால். வல்லமை wonder working power in the blood of the Lamb. There is power, wonder working power in the precious blood of
உண்டு எல்லாரும் பலமாய் அற்புத வல்லமை கரங்களை தட்டி கர்த்தரை மகிமைப்படுத்து பயப்பட்ட கர்த்தரை ஆராதிக்க உண்டு மகிமைப்படுத்து ஆட்டுக்குட்டி என்ற வல்லமை உண்டு ஒளிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை ஒளிந்திடும் வல்லமை உன்னதத்தின் ஆவியின் வல்லமை தேவை தேவா வல்லமை தாரும் தேவா இங்கே தேவை தேவா எப்போது தாரும் தேவா இங்கே தேவை தேவா எப்போது தாரும் தேவா பெந்தெக்கோஸ்தே நாளையில் போல பெரிதான உலகத்தோடு பெந்தெக்கோஸ்தே நாளையில் போல பெரிதான உலகத்தோடு வல்லமையாக இறங்கி வரங்களினாலே நிரப்போ வல்லமையாக இறங்கி வரங்களினாலே நிரப்போ பொழிந்திடும் வல்லமை உன்னதத்தின் வல்லமை விட்டுக் கொடுத்து கர்த்தரை ஆராதிப்போமா கர்த்தருடைய சமூகத்தில் எல்லாரும் விட்டுக் கொடுத்து கர்த்தருடைய மகிமை நிரப்பிக் கொண்டிருக்கிற உணர்வுகள் ஹல்லேலூயா கர்த்தருடைய ஆவியானவர் ஜனத்தை தொட்டுக் கொண்டிருக்கிறார் ஓ ரபா ஷத்தா ரபா ரபா ஹல்லேலூயா வல்லமை அக்கினியின் வல்லமை பொழிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை there is power wonderful in the blood of the Lamb there is power wonderful in the precious blood of the Lamb there is power wonderful in the blood of the Lamb Suratam says in the precious blood of the Lamb வல்லமை உண்டு உண்டு அற்புத வல்லமை இயேசுவே இரக்கத்தா வல்லமை உண்டு உண்டு அற்புத வல்லமை ஆட்டுக்குட்டியின் இரக்கத்தினால் ஒளிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை ஒளிந்திடும் வல்லமை உன்னதத்தின் வல்லமை ஆவியின் வல்லமை அக்கினியின் வல்லமை முழுமையாய் கர்த்தருடைய சமூகத்தில் விட்டுக் கொடுத்து கர்த்தருடைய ஆவியானவர் வெளிப்பட்டுக் கொண்டிருக்கிறார். Everybody worship the Lord. இந்த பகுதிகளை கர்த்தருடைய ஆவியானவர் தொட்டுக் கொண்டிருக்கிறார். யார் யாரை கர்த்தர் தொடுகிறாரோ முழுமையா விட்டுக் கொடுங்க. தேவ மகிமை இறங்கட்டும். தெய்வீக அக்கினி வியாபரிக்கட்டும். கரபா சந்தரபா Oh, we glorify your name. We magnify you, Lord. Oh, Rabba Shanta Rabba Karaba.
இப்படி காலையிலே கர்த்தனோடு கூட பேசி இருக்கிறான்னு சொல்றவங்க மட்டும் கரங்களை வைத்தி, கர்த்தருடைய வார்த்தை எனக்கு நேராக வந்திருக்கிறது. I miss it. I miss something when I come before the Lord. ஆண்டவருடைய சமூகத்தில் வரும்போது ஏதோ ஒன்று மிஸ் பண்றேன். ரெண்டு செய்தியுடைய ஒரு வார்த்தையை நான் இணைக்க விரும்புகிறேன். The word is encounter. I want to connect the two messages into one word that's called encounter. The encounter என்ற வார்த்தையுடைய அர்த்தம், when we lost in a place or when we cannot stand in some place, some graceful hand comes there to lift us. நாம் இழந்து போகிற இடத்துல ஒரு கிருபை உள்ள கரம் நம்மை தூக்கி விடுகிறது. There happens an encounter. There happens a connection with God and the people. அங்கே தான் தேவனுக்கும் மனுஷனுக்குமான உறவு ஏற்படுகிறது. இந்த காலையிலே சபையை பார்த்து சொல்லுகிறேன், today is a day of an encounter. But I want to tell you another word. Encounter evolves into vision. Encounter evolves into vision. எப்ப என்கவுண்டர் வருகிறதோ அப்பொழுது ஒரு தரிசனம் உண்டாகிறது. உண்மையில வைக்கப்பட்ட ஒரு தெய்வீக தரிசனம், உண்மையில கர்த்தர் வைத்திருக்கிற திட்டம் என்று கால விசுவாசிகளை பார்த்து சொல்லுகிறேன். கர்த்தருக்காக எதையாவது செய்யும்படி தீர்மானிக்கிற ஒரு திட்டத்தை உண்மையில கர்த்தர் வைத்திருக்கிறார். உன்னை ரட்சித்தது வேஸ்டா இல்ல, உன்னை சும்மா கர்த்தர் அழைக்கல, உன்னை சும்மா கர்த்தர் தம்முடைய சமூகத்தில் கொண்டு வரவில்லை. He have a plan on you. Oh Jesus. அப்படியே கரங்களை வைத்து யார் யார் சொல்ல முடியும், என் மேல உள்ள திட்டத்தை கர்த்தர் நிறைவேற்றுங்கப்பா. ஓ, என் மேல உள்ள திட்டத்தை கர்த்தர் நிறைவேற்றுங்க ஆண்டவரே. இந்த உலகத்துல வேற ஒண்ணும் வேண்டாப்பா, புகழும் வேண்டாமே, வேண்டாமே. Yes Lord. புகழும் வேண்டாமே, Amen. பயமும் வேண்டாமே, Jesus. இந்தியா We don't want any honor, புகழோ பதவியோ பட்டமோ உன்னை உயர்த்துவதில்லை. I strongly say, if you are doing the will of the Lord, தேவனுடைய சித்தத்தை செய்கிறவளாக, if you do the vision and furnish it until the edge of your life, வாழ்க்கையினுடைய நிறைவு வரை தரிசனத்தை நிறைவேற்றுகிறவனாய் இருப்பாயானால், glory to God, உன்னை மகிமைப்படுத்துகிற, உன்னை கனப்படுத்துகிற ஒரு தெய்வம், ஹalleluya, இங்கே ஏறி வா என்று சொல்லுகிற நேரத்தில், ஹalleluya, உண்மை உத்தமமான ஊழியக்காரனே ஏறி வா என்று சொல்லுகிற நாள் உண்டாகும். உண்மை வெளிப்படும். கர்த்தர் பெரிய காரியங்களை செய்வார்.